നമസ്കാരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ കേൾക്കുന്നതിനും ഒരുപാടപ്പുറത്തായിരിക്കും അതിന്റെ യഥാർത്ഥ കഥ. അപ്പോ ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ ആരും പ്രതീക്ഷിക്കാത്ത ആ വിചിത്രമായ തുടക്കത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്നു പോയി നോക്കാം. ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി എവിടെയായിരിക്കും രൂപം കൊണ്ടിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വാഭാവികമായും ഇന്ത്യയിൽ തന്നെയാവണം, അല്ലേ? ചിലപ്പോ കൽക്കട്ടയിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ. പക്ഷേ നമ്മളെന്ന് പറയാൻ പോകുന്ന കഥയുടെ തുടക്കം അതൊന്നുമല്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ ടാഷ്കെൻഡിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എങ്ങനെയാണൊരു ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ മധ്യേഷ്യയിലെ ഒരു നഗരത്തിൽ പിറവിയെടുത്തത്? ആ അവിശ്വസനീയമായ കഥയാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. ശരി, അപ്പോ ഈ കഥയ്ക്ക് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് വഴികളുണ്ട്. ഇവ രണ്ടും ചേർന്നാണ് ടാഷ്കെൻഡിൽ ഒന്നിച്ചത്. നമുക്കതിലെ ആദ്യത്തെ വഴിയിലൂടെ പോകാം. ഇതൊരു വ്യക്തിയുടെ കഥയാണ്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരു വിപ്ലവകാരിയുടെ കഥ. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം, മാനവേന്ദ്ര നാഥ് റോയ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള എം.എൻ. റോയ്. ഒരു ബംഗാളി തീവ്രദേശീയവാദിയായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നെ കറതീർന്ന ഒരു മാർക്സിസ്റ്റായി മാറി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സഹായവും ആയുധങ്ങളും തേടി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. അസാമാന്യ ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു റോയ്. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച ശേഷമാണ് അദ്ദേഹം മോസ്കോയിലെത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്നറിയുമോ? ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതം എന്താണെന്നോ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നോ അദ്ദേഹത്തിന് വലിയ ധാരണയില്ലായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ യാത്രയുടെ ഒരു ഗ്രാഫ് നോക്കിയാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ആയുധങ്ങൾക്കായി ഏഷ്യ മുഴുവൻ അലഞ്ഞു നടന്നു. ഒടുവിലെത്തിപ്പെട്ടതോ അങ്ങ് മെക്സിക്കോയില്. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചാണ് അദ്ദേഹം 1920 മോസ്കോയിലെത്തുന്നത്. അപ്പോഴേക്കും അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു വലിയ പേരായി റോയ് മാറിയിരുന്നു. ശരി, അപ്പോൾ എം.എൻ. റോയിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കഥയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഇത് റോയിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ്. അവർ മതവിശ്വാസത്താൽ പ്രചോദിതരായ പോരാളികളായിരുന്നു. അവരെ വിളിച്ചിരുന്നത് മുഹാജിറുകൾ എന്നായിരുന്നു, അതായത് വിശ്വാസത്തിനു വേണ്ടി സ്വന്തം നാട് വിട്ടവർ. അപ്പോ എന്താണ് ഈ ഹിജ്റത്ത് പ്രസ്ഥാനമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? സംഭവം ഇതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സുൽത്താനെ ബ്രിട്ടീഷുകാർ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ഇന്ത്യൻ മുസ്ലിംകൾ തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: തുർക്കിയിൽ പോയി ഖലീഫയ്ക്ക് വേണ്ടി പോരാടുക. ഇതൊരു മതപരമായ മുന്നേറ്റമായിരുന്നെങ്കിലും അതിന് ശക്തമായൊരു ബ്രിട്ടീഷ് വിരുദ്ധ മുഖവും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരുപാട് ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. ആദ്യം അവർ പോയ അഫ്ഗാനിസ്ഥാന്റെ ഭരണാധികാരി അവരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാതെ തിരിച്ചയച്ചു. ആ മടക്കയാത്രയിൽ മധ്യേഷ്യയിലെ വിജനമായൊരു സ്ഥലത്ത് വെച്ച് തുർക്ക്മൻ വിമതർ അവരെ വളഞ്ഞു. എല്ലാവരും മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം തികച്ചും അപ്രതീക്ഷിതമായി സോവിയറ്റ് റെഡ് ആർമി ഒരു രക്ഷകരെ പോലെ അവിടെയെത്തി. അങ്ങനെ ആ യാത്ര അവരെ കൊണ്ടെത്തിച്ചത് സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള ടാഷ്കെൻഡിലായിരുന്നു. അങ്ങനെയാണ് കഥയുടെ ഏറ്റവും നിർണായകമായൊരു പോയിന്റിലേക്ക് നമ്മളെത്തുന്നത്. അതുവരെ സമാന്തര രേഖകളെപ്പോലെ സഞ്ചരിച്ച രണ്ടു കൂട്ടർ, അതായത് വിപ്ലവം തേടി ലോകം ചുറ്റിയ മാർക്സിസ്റ്റ് ബുദ്ധിജീവിയും ഖിലാഫത്തിനായി പോരാടാനിറങ്ങിയ മതവിശ്വാസികളും ഒരേ സ്ഥലത്ത് താഷ്കെൻഡിൽ കണ്ടുമുട്ടാൻ കളമൊരുങ്ങുകയാണ്. ഇതൊരു അവിശ്വസനീയമായ സംഗമം തന്നെയല്ല. ഈ രണ്ട് കൂട്ടരെ ഒന്ന് അടുത്തടുത്ത് വെച്ച് നോക്കിയാലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആകാശവും ഭൂമിയും പോലെയാണ്. ഒരു വശത്ത് പുസ്തകങ്ങളിലൂടെയും സിദ്ധാന്തങ്ങളിലൂടെയും മാത്രം ലോകത്തെ കാണുന്ന എം.എൻ. റോയ്, മറുവശത്ത് വിശ്വാസത്തിന്റെ തീവ്രമായ ആവേശത്തിൽ ജീവിക്കുന്ന മുഹാജിറുകൾ. ഒരാളുടെ മനസ്സിൽ വർഗസമരമാണെങ്കിൽ മറ്റൊരാളുടെ മനസ്സിൽ മതവികാരമാണ്. ഈ രണ്ട് ലോകങ്ങളും എങ്ങനെയാണ് ഒന്നിക്കുക? അതായിരുന്നു ടാഷ്കെൻഡിലെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോ ഈ സമയത്താണ് മൂന്നാമതൊരാൾ ഈ കളിയിലേക്ക് വരുന്നത്: റഷ്യയിലെ വിപ്ലവകാരികളായ ബോൾഷെവിക്കുകൾ. അവർക്കത് ശരിക്കും പറഞ്ഞാലൊരു സുവർണാവസരമായിരുന്നു. അവരുടെ പ്രധാന ശത്രു ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. അപ്പോ ആ ശത്രുവിനെതിരെ പോരാടാൻ തയ്യാറായി ഒരു കൂട്ടം യോദ്ധാക്കൾ മുന്നിൽ വന്നു നിൽക്കുന്നു. ഈ മതവിശ്വാസികളിൽ തങ്ങളുടെ വിപ്ലവം വ്യാപിപ്പിക്കാനും ബ്രിട്ടനെ ദുർബലപ്പെടുത്താനുമുള്ള ഒരു നല്ല അസംസ്കൃത വസ്തുവിനെയാണ് അവർ കണ്ടത്.
അങ്ങനെ ടാഷ്കെന്റ് ശരിക്കും ഒരു അഗ്നികുണ്ഡം പോലെയായി മാറി. തികച്ചും വ്യത്യസ്തമായ ഈ ആശയങ്ങളെയും മനുഷ്യരെയും ഒരുമിച്ചൊരുക്കി ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകാനുള്ള ഒരിടം. അപ്പോ ഈ ഒരു സംഭവവികാസത്തിന് പിന്നിൽ ഒരു 3 പ്രധാനപ്പെട്ട ശക്തികളുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, മധ്യേഷ്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ. 2, ഖിലാഫത്ത് പ്രസ്ഥാനം ആളിക്കത്തിച്ച പാൻ ഇസ്ലാമിക ആവേശം. പിന്നെ മൂന്നാമത്തേത്, വിപ്ലവം കയറ്റുമതി ചെയ്യാനുള്ള ബോൾഷെവിക്കുകളുടെ തന്ത്രപരമായ ഒരു നീക്കം. അങ്ങനെ ഈ 3 ശക്തികളും ടാഷ്കെന്റിൽ ഒരുമിച്ചപ്പോൾ ആ ചരിത്ര ദിവസം പിറന്നു. 1920 ഒക്ടോബർ 17. അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ വിത്ത് അവിടെ പാകി. ഒന്നാലോചിച്ചു നോക്കിയേ, എന്തുമാത്രം വിചിത്രമായ ഒരു കാര്യമാണിത്. ഖിലാഫത്തിന് വേണ്ടി പോരാടാൻ സ്വന്തം നാട് വിട്ട പാൻ ഇസ്ലാമിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളായി മാറുന്നു. ഈ ഒരു പരിവർത്തനം ഇന്ത്യൻ ഇടതുപക്ഷ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും എന്നാൽ ഏറ്റവും അടിസ്ഥാനപരവുമായ അധ്യായങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. ശരി, ഈ കഥയൊക്കെ കൊള്ളാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ ഒരു വിചിത്രമായ തുടക്കം ഇന്നും പ്രസക്തമായിരിക്കുന്നത്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് ഓർമ്മ വരിക? ഫാക്ടറികൾ, തൊഴിലാളികൾ, കർഷകർ, അല്ലേ? പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം ബോംബെയിലെ ഒരു മില്ലിലായിരുന്നില്ല, ബംഗാളിലെ ഒരു ഗ്രാമത്തിലുമായിരുന്നില്ല. മറിച്ച് ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം മധ്യേഷ്യയിലെ വിജനമായൊരു ഭൂപ്രദേശത്തായിരുന്നു. ഈയൊരു പ്രവാസി സ്വഭാവം പാർട്ടിയുടെ ആദ്യകാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോ അവസാനം നമ്മളെ ഈ ഒരു വലിയ ചോദ്യത്തിലാണ് എത്തിനിൽക്കുന്നത്. സിദ്ധാന്തവും മതവിശ്വാസവും പിന്നെ രാഷ്ട്രീയ തന്ത്രങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുണ്ടായ ഇത്രയും സങ്കീർണവും വിചിത്രവുമായൊരു തുടക്കത്തിൽ നിന്ന് രൂപം കൊണ്ടൊരു പ്രസ്ഥാനത്തിന് അതിന്റെ അടിസ്ഥാന ആദർശങ്ങളെ എത്രത്തോളം സത്യസന്ധമായി മുറുകെ പിടിക്കാൻ കഴിയും? ഇതൊരു ചിന്തിക്കേണ്ട ചോദ്യം തന്നെയാണ്.